നമസ്കാരം, ഞാൻ ഗോപികൃഷ്ണൻ. ഇന്ന് ലോകത്തിൽ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇങ്ങനെ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ധാരാളമാണ് എന്ന് എത്നിക് ഹെൽത്ത് കോഡിന് വളരെയധികം മെയിലുകളിൽ കൂടിയും മെസ്സേജുകളിൽ കൂടിയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അമിതവണ്ണം എങ്ങനെ നിയന്ത്രിക്കാം? പലതരം ഡയറ്റുകളുണ്ട് അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിന്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ലോ കാർബോ ഡയറ്റ് എന്ന് പറയുന്നത്. ലോകവ്യാപകമായി തന്നെ കീറ്റോ ഡയറ്റിന് വളരെയധികം പ്രസക്തി ഏറുകയാണ്. അമിതവണ്ണം കുറയ്ക്കുക മാത്രമല്ല, മറ്റു പല അസുഖങ്ങൾക്കും കീറ്റോ ഡയറ്റ് സഹായകമാകുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് കീറ്റോ ഡയറ്റ്? കീറ്റോ ഡയറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ശേഖരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് PRS ഹോസ്പിറ്റലിലെ എമർജൻസി മേധാവിയായിട്ടുള്ള ഡോക്ടർ ഡാനിഷ് സലിമിന് നൽകുകയുണ്ടായി. അദ്ദേഹം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുകയും അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുകയാണ്. കാണുക. Ethnic Health Code in Public Interest with PRS Hospital. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. കീറ്റോ ഡയറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു തരം ഡയറ്റാണ്. അതായത് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഹിറ്റായ ഒരു സംഭവമാണ് കീറ്റോ ഡയറ്റ്. ഇതിന് എങ്ങനെയാണ് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, കീറ്റോ ഡയറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, കീറ്റോ ഡയറ്റ് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി കീറ്റോ ഡയറ്റിന് വേറൊരു പേരുണ്ട്, LCHF ഡയറ്റ്, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ്. LCHF ആ വാക്കിന്റെ അർത്ഥം തന്നെയാണ് ആ കീറ്റോ ഡയറ്റിന്റെ മെയിൻ സാധനം, അതായത് ലോ കാർബോഹൈഡ്രേറ്റ്. നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ അന്നജം, അതായത് നമ്മുടെ അരിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്. അത് മാറ്റിയിട്ട് നമ്മുടെ ബോഡിയുടെ ഫുൾ മെക്കാനിസം തന്നെ മാറ്റി ഫാറ്റ് കൊണ്ട് നമ്മുടെ എനർജി നമുക്ക് ബോഡി തരുന്നതിനാണ് ഈ ഒരു മെക്കാനിസം. ഈ ഒരു കീറ്റോ ഡയറ്റിൽ 70 മുതൽ 80% വരെ നമ്മുടെ ദിവസം കഴിക്കുന്ന ആഹാരത്തിൽ ഫാറ്റിന്റെ കണ്ടന്റ് കൂട്ടുകയും 20 മുതൽ 30% വരെ നമ്മുടെ പ്രോട്ടീനും 5 മുതൽ 10% വരെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സുമാണ് കഴിക്കേണ്ടത് ഈ ഒരു ഡയറ്റ് പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫുൾ മെക്കാനിസം, ബോഡിയുടെ ഫുൾ മെക്കാനിസം തന്നെ മാറുകയാണ്. ആദ്യമായി നോർമലായിട്ട് എനർജി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് 4 കിലോ കലോറി എനർജിയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സെല്ലിൽ. അതായത് ഓരോ സെല്ലിലും നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ 4 കിലോ കലോറിയാണ്. പ്രോട്ടീൻ ആണെങ്കിലും സെയിം ആണ്, 4 കിലോ കലോറി. ബട്ട് ഫാറ്റ് ആണെങ്കിൽ 9 കിലോ കലോറിയാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ശക്തിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന് എനർജി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ നമ്മുടെ എനർജിയാണ് വരുന്നതെന്ന് പറയുമ്പോൾ, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് എനർജി വരുന്നതെന്ന് ഞാൻ പറയാം. കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ അന്നജം നമ്മുടെ കഴിക്കുന്ന സമയത്ത് അത് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, ഒരു സാധനം എടുക്കാൻ പറ്റുന്നോ, നടക്കാൻ പറ്റുന്നോ, ഓടാൻ പറ്റുന്നതെല്ലാം അതിന്റെ കാരണം ഗ്ലൂക്കോസാണ് സാധാരണ രീതിയിലുള്ള ഡയറ്റ്. ഇനി കീറ്റോ ഡയറ്റിൽ എന്ത് സംഭവിക്കും? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒത്തിരി കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് എന്നുള്ള ലെവൽ താഴോട്ട് പോവുകയും അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോജൻ, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ, ഫാറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എരിഞ്ഞ് പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ കൂടെ പക്ഷെ നമുക്ക് ജീവിക്കണം, നമുക്ക് എനർജി വേണം. അതിനുവേണ്ടി നമ്മൾ ഫാറ്റ് എന്നുള്ള ആഹാരം സഹിക്കും. അപ്പോൾ ഫാറ്റ് വേറൊരു പ്രോസസ്, കീറ്റോൺ, ലിവർ വഴി കീറ്റോൺ എന്നുള്ളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ഈ കീറ്റോൺ നമുക്ക് എനർജി തരികയും ചെയ്യും. നേരത്തെ ഗ്ലൂക്കോസ് ആയിരുന്നു കാർബോഹൈഡ്രേറ്റ്സ് ആയിരുമ്പോൾ എനർജി തന്നത്. ഇവിടെ ഫാറ്റ് കഴിക്കുന്ന സമയത്ത് കീറ്റോൺ എന്നുള്ള ഒരു ബോഡിയാണ് നമുക്ക് എനർജി തരുന്നത്. ആ രീതിയിലാണ് കീറ്റോ ഡയറ്റ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് കീറ്റോ ഡയറ്റ്? കീറ്റോ ഡയറ്റിൽ നമുക്ക് ഫാറ്റ് കൂടിയ സാധനങ്ങൾ, അതായത് നട്ട്സ്, അണ്ടിപ്പരിപ്പ് പോലുള്ള സാധനങ്ങൾ, സീഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റാണ്. കാരണം പച്ചക്കറി ഇല്ലെങ്കിൽ നമ്മുടെ വയറിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കാതിരിക്കും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ മിനറൽസ്, നമുക്ക് വേണ്ട മിനറൽസ് അല്ലെ വൈറ്റമിൻസ് ഒക്കെ കിട്ടണമെങ്കിൽ പച്ചക്കറി നിർബന്ധമാണ്. അതുകൊണ്ട് പച്ചക്കറി ഇല്ലാതെ ഒരു കീറ്റോ ഡയറ്റ് പൂർണ്ണമല്ല. നിങ്ങൾ ഓർക്കേണ്ടത്, പച്ചക്കറി എന്ന് പറയുമ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് ഭൂമിയുടെ അടിയിൽ വളരുന്ന എല്ലാ പച്ചക്കറിയും കാർബോഹൈഡ്രേറ്റ്സ് നിറച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണം. ഭൂമിയുടെ അടിയിൽ വളരുന്ന ഒരു പച്ചക്കറിയും നമ്മൾ കഴിക്കാതിരിക്കുക.
മേളിലോട്ടുള്ള മെയിനായിട്ട് ഇലക്കറികളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ക്യാബേജ് ആവാം, ബ്രോക്കോളി ആവാം, പിന്നെ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്കറികളാണ് കഴിക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ മുട്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് കീറ്റോ ഡയറ്റ് ആണ്. പാല് കുടിക്കാം, പക്ഷെ ലോ കാർബോഹൈഡ്രേറ്റ് ഉള്ള പാലുകൾ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫിഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീറ്റോ ഡയറ്റ് ആണ്. കാരണം ഫിഷ് നമ്മൾ പൊരിച്ച് കഴിക്കണമെന്നല്ല പറയുന്നത്. കറിയുള്ള ഫിഷ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ് ഉണ്ട്. അത് കീറ്റോ ഡയറ്റിന്റെ മെയിൻ ഒരു കണ്ടന്റ് തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് ഓയിൽ ഉപയോഗിക്കാം. മീറ്റ് എന്ന് പറയുമ്പോൾ അത് ചിക്കൻ ആവാം, ബീഫ് ആവാം, അല്ലെങ്കിൽ മട്ടൺ ആവാം. അതേപോലെ ഏത് തരത്തിലുള്ള മീറ്റും ഈ കീറ്റോ ഡയറ്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ കീറ്റോ ഡയറ്റിൽ സാധാരണഗതിയിൽ കഴിക്കുന്ന സമയത്ത് മീറ്റ് ഒക്കെ കഴിച്ചാലും ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം മെയിൻ ആയിട്ട് കണ്ടന്റ്സ് ഇതൊക്കെയാണ്: നട്ട്സ്, സീഡ്സ്, എഗ്, ഫിഷ്, മീറ്റ്, മിൽക്ക് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ കീറ്റോ ഡയറ്റിൽ വരുന്നതല്ല. എങ്കിൽ കൂടുതൽ നമുക്ക് 1-2 ഫ്രൂട്ട്സ് ഒരു ദിവസം കഴിക്കാം. അത് പഴവർഗ്ഗങ്ങളോ അധികം മധുരമില്ലാത്ത, കാർബോഹൈഡ്രേറ്റ് അധികം കണ്ടന്റ് ഇല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാം. ഞാൻ ഒരു കണക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 5 മുതൽ 10% കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ടത്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ 100% നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്തോ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റും ഈ കീറ്റോ ഡയറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൂടാതെ ശരിക്കും പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നമ്മുടെ ബോഡിക്ക് വളരെ കേടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് കൂടാതെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 60 gram ആണ് ഡേറ്റ്സിൻ്റെ അകത്തുള്ള ഷുഗർ. അതുപോലെ ബനാന ആണെങ്കിൽ 20 gram ആണ് ഷുഗർ. കീറ്റോ ഡയറ്റ് ഉള്ള സമയത്ത് ഒരു ദിവസം റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 40 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പഴമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി 20 gram എന്തായാലും നമ്മുടെ ആഹാരത്തിൽ കാണും. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ആഹാരത്തിൽ കാണും. എന്തുകൊണ്ടാണ് കീറ്റോ ഡയറ്റ് ഇത്രയും ഫേമസ് ആയത്? കീറ്റോ ഡയറ്റ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കും. കാരണം കീറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മുടെ എക്സസ് ഗ്ലൈക്കോജൻ, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ്, അതെല്ലാം എരിഞ്ഞെരിഞ്ഞ് പോകും. നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി വേണോ ആ സമയത്ത് ഫാറ്റിൽ നിന്നാണ് കൂടുതൽ എനർജി പോകുന്നത് കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. രണ്ടാമത്, നമ്മൾ ഷുഗറിന്റെ ക്രേവിങ്സ് കുറയും. നമുക്ക് ഐസ്ക്രീം കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് പതുക്കെ അതങ്ങ് ഇല്ലാതാവും. കാരണം നമ്മൾ ഈ കീറ്റോ ഡയറ്റിലോട്ട് വരുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ആഹാരം കണ്ടന്റ് തന്നെ കുറയും. സാധാരണഗതിയിൽ 2 പ്ലേറ്റ് ചോറ് കഴിച്ചാൽ വയറ് നിറയുന്ന ആൾക്ക് ഒരു 1/2 പ്ലേറ്റ് പിന്നെ മീറ്റ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ 1/2 പ്ലേറ്റ് ഈ കീറ്റോ ഡയറ്റ് കഴിക്കുമ്പോൾ തന്നെ വയർ ഫുള്ളാവും. അതങ്ങനെ തന്നെയാണ്. കാരണം ഫാറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഫാറ്റ് കഴിക്കുമ്പോൾ നമ്മൾ വയർ പെട്ടെന്ന് നിറയും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നമ്മുടെ കണ്ടന്റ് കുറഞ്ഞു വരും. അപ്പോൾ ഇതൊരു ഗുണമാണ്. പിന്നെ പല അസുഖങ്ങൾക്കും ഇതൊരു പ്രിവെൻഷനായിട്ട് പറയാറുണ്ട്. അതായത് ഡയബറ്റീസ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ മെയിൻ പ്രോബ്ലം സെൻട്രൽ ഒബേസിറ്റി, വയറിന് ചുറ്റുമുള്ള ഒബേസിറ്റി കാരണമാണ് നമുക്ക് വണ്ണം കൂടുകയും അത് കാരണമാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വയറിന്റെ വണ്ണം കുറയുമ്പോൾ തന്നെ ഈ അസുഖങ്ങൾ വരാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. കീറ്റോ ഡയറ്റ് ആർക്കാണ് കൂടുതൽ യൂസ്ഫുൾ? ഒബേസിറ്റി എന്ന് വിളിക്കുന്നവരെ നമ്മൾ, അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് വിളിക്കുന്നവർക്കാണ് നമ്മൾ കീറ്റോ ഡയറ്റ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. പൊണ്ണത്തടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BMI, ബോഡി മാസ് ഇൻഡെക്സ് 30ന്റെ മേളിൽ പോയവർക്കാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ വെയിറ്റ് എടുക്കുക. വെയിറ്റ് നമ്മൾ കിലോഗ്രാമിൽ എത്ര വെയിറ്റ്, ഫോർ എക്സാമ്പിൾ 80 ആണ് നമ്മുടെ വെയിറ്റ് എങ്കിൽ 80 എന്ന് എഴുതുക മേളിൽ, ന്യൂമറേറ്റർ, അതായത് മേളിൽ. അതിനുശേഷം നമ്മുടെ ഹൈറ്റ് ചെക്ക് ചെയ്യുക. ഹൈറ്റ് ഇപ്പോൾ 180 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മീറ്ററിൽ കിട്ടും. അപ്പോൾ 180 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1.8 മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ 1.8 മീറ്റർ കിട്ടും. ഇനി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് BMI എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ. 2 പ്രാവശ്യം ഹൈറ്റ് ഇൻ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ വെയിറ്റ് ഇൻ കിലോഗ്രാം എഴുതുക. അപ്പൊ 80 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 1.8. അപ്പൊ എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ BMI. ഇത് 25-30ന്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ കറക്റ്റ് സമയം വെയിറ്റ് കുറച്ച് നമ്മൾ നോർമൽ ആവുക. 30ന്റെ മേളിലാണെങ്കിൽ നിങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പല അസുഖങ്ങളും നിങ്ങൾക്ക് വരാം. ഏതൊക്കെ ആഹാരമാണ് ഈ കീറ്റോ ഡയറ്റ് ഉള്ളപ്പം കഴിക്കാൻ പാടില്ലാത്തത്? ബ്രെഡ് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണം. റൈസ് ഐറ്റംസ്, അതായത് നമ്മൾ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളോ, പരിപ്പുവട, ഉഴുന്നുവട അങ്ങനെയുള്ള ഒരു സാധനവും കഴിക്കാൻ പാടില്ല. അത് വളരെ നിർബന്ധമാണ്. 5-10% മാത്രം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഫുഡ് ക്രമീകരിക്കേണ്ടത്. പിന്നെ നമ്മൾ സോഡ, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ജ്യൂസസ് എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് പൂർണ്ണമായി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട
ഡയറ്റ്. കീറ്റോ ഡയറ്റ് ഞാനിപ്പോൾ പറഞ്ഞത് കുറേ പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ നെഗറ്റീവ് പ്രശ്നങ്ങളും ഉണ്ട്. അതായത് കീറ്റോ ഡയറ്റ് അധികം നാളായിട്ടില്ല ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും കീറ്റോ ഡയറ്റിന്, ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഞാൻ പറയാം. കീറ്റോ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല, വെള്ളം കുടിച്ചില്ല. വെള്ളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഏകദേശം 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കീറ്റോ ഡയറ്റ് എടുക്കുന്ന ഒരാൾ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലബന്ധമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കോംപ്ലിക്കേഷൻ. ഇത് കൂടാതെ നമുക്ക് കോളോൺ ക്യാൻസർ ഉണ്ടാകും. ഒത്തിരി മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഒട്ടും നല്ലതല്ല. ഞങ്ങൾക്കറിയാം റെഡ് മീറ്റ് ഒത്തിരി കഴിക്കുന്നവർക്ക് കോളോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പല വൈറ്റമിൻസും നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ബി എന്ന വൈറ്റമിൻ നമുക്ക് ബോഡിയിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ 5 ദിവസം കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമുക്ക് കുറച്ച് വൈറ്റമിൻ ബി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ആദ്യമായി കീറ്റോ ഡയറ്റ് തുടങ്ങുന്നവർക്ക് കുറച്ച് സിംറ്റംസ്, പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. അതായത് 2 പ്രോബ്ലംസ് ആണ്. ഒന്ന് കീറ്റോ ഫ്ലൂ എന്ന് പറയും, കീറ്റോ റാഷ് എന്ന് പറയും. കീറ്റോ ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിലെ മെയിൻ സാധനം. പ്രത്യേകിച്ച് മലയാളികൾ 80% 90% കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ മെയിൻ എനർജി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡയറ്റ് മാറുന്ന സമയത്ത് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തലവേദന, ക്ഷീണം, ഓക്കാനം, വയറുവേദന, തലകറക്കം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ വളരെ ക്ഷീണം പോലെയൊക്കെ വരാം. ഇതൊരു 5 ദിവസം, മാക്സിമം 5 days ആണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഈ കീറ്റോ ഫ്ലൂ എങ്ങനെ നമുക്ക് കീറ്റോ ഫ്ലൂയിൽ നിന്ന് മാറാന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ എപ്പോഴൊക്കെ വിശക്കുന്നോ ആ സമയത്തൊക്കെ ഫുഡ് കഴിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സമയത്ത് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് കൂടുതൽ എക്സസൈസ് ചെയ്താൽ നമ്മൾ കീറ്റോസിസ് എന്നുള്ള സ്റ്റേജിലോട്ട് പെട്ടെന്ന് നമ്മുടെ ബോഡി പോകും. അതായത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് കീറ്റോസിസിലോട്ട് പോകും. കീറ്റോസിസിൽ പോയി കഴിഞ്ഞാൽ ഈ കീറ്റോ ഫ്ലോ അതോടുകൂടി അവോയ്ഡ് ആവും. അതായത് കീറ്റോ ഫ്ലോ എന്നുള്ളൊരു കണ്ടീഷൻ 3 ദിവസം മാത്രം നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. 3 ദിവസം നമുക്ക് നിന്നതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കീറ്റോ ഫ്ലോ എന്നുള്ള അസുഖമാണ്. ചിലവർക്ക് കീറ്റോ റാഷ് ആയിട്ട് കാണാം. അതായത് ഇത് ബോഡി തരുന്ന ഒരു നെഗറ്റീവ് സൂചനയാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ചുമന്ന് തടിച്ച് വരികയാണ്. ഇതിന് അർത്ഥം ഈ കീറ്റോസിസ് ബോഡി നടക്കുന്നത് പ്രോപ്പർ അല്ല എന്ന് ബോഡി തന്നെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് കീറ്റോ റാഷ്. റെഡ് സ്പോട്സ് വരുന്നത് കീറ്റോ റാഷാണ്. ഇത് കൂടാതെ കുറേ നാള് കീറ്റോ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് യൂറിക് ആസിഡ് അത് കൂടി നമുക്ക് ഗൗട്ട് എന്നുള്ളൊരു അസുഖം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കിഡ്നി സ്റ്റോൺ, ഗോൾ സ്റ്റോൺസ്, കാരണം നമ്മൾ കഴിക്കുന്ന മീറ്റും ഇതിലുള്ള എല്ലാം കണ്ടന്റ് കാരണം അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഐഡിയലി പറയുന്നത് കീറ്റോ ഡയറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാക്സിമം 1-2 മാക്സിമം 3 മാസം, 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ നോർമൽ ഡയറ്റിലോട്ട് പോവുക. നോർമൽ ഡയറ്റ് ഏറ്റവും റെക്കമെൻഡ് ആയിട്ടുള്ള ഡയറ്റ് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, ഏത് ഡയറ്റാണ് ഏറ്റവും നല്ല ഡയറ്റ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കീറ്റോയിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സ് ആണ്. എന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കുക. കാരണം സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണം കീറ്റോ ഡയറ്റിലോട്ട് മാറാൻ. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിച്ചു നോക്കിയിട്ട് കുറച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരു രീതിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം. കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു 10 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അത് ഇടയ്ക്ക് ഒരു ചീറ്റിംഗ് ഡയറ്റ് എന്നൊക്കെ പറയാറുണ്ട് ചിലവർ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മുടെ കഴിക്കുന്ന ഓരോ ആഹാരത്തിൻ്റെയും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് നോക്കി വേണം കഴിക്കാൻ. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാർഗം, ഒരു ഡയറ്റ് തന്നെയാണ് കീറ്റോ ഡയറ്റ്. ഈ പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്കുണ്ട്. നിങ്ങൾ ആദ്യമായി തന്നെ കീറ്റോ ഡയറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ ഷുഗറിൻ്റെ ലെവൽ, യൂറിക് ആസിഡ് ലെവൽ, ഇത്രയും ചെക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നമുക്കറിയാം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ അനുഭവിക്കുവാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 1 മാസം നമ്മൾ ഈ കീറ്റോ ഡയറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒട്ടും അനുയോജ്യമായ ഡയറ്റ് അല്ല കീറ്റോ ഡയറ്റ്. ആ ഒരു ടെക്നിക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അറിയാം നമുക്ക് കീറ്റോ ഡയറ്റ്, എല്ലാവർക്കും കീറ്റോ ഡയറ്റ് അത്ര എഫക്റ്റീവ് ആയിട്ട് കാണാറില്ല. കാരണം ചിലവർക്ക് ഈ ഹാർട്ട് ഡിസീസ് അങ്ങനെ പല പ്രോബ്ലംസ് ഉള്ളവർക്ക് കീറ്റോ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റ് വെയിറ്റ് കുറയ്ക്കാൻ നല്ലൊരു ഡയറ്റ് ആണെങ്കിൽ പോലും ഇതുപോലുള്ള ഹാംഫുൾ സൈഡ് എഫക്ട്സ് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, അത് കണ്ടുപിടിക്കുക. കറക്റ്റായിട്ട് ലെവൽ കൂടുന്നെന്ന് കണ്ടുപിടിച്ചാൽ അപ്പം തന്നെ ഈ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് നോർമൽ ഡയറ്റിലോട്ട് മാറുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും.
Ethnic Health Code. Forward to good health.